കലാരംഗത്തു നിന്നും കൃഷിയിലേക്കിറങ്ങിയ കലാകാരൻ വീണ്ടും വിസ്മയം തീർക്കുന്നു. കൊല്ലം പെരുനാട് സ്വദേശിയായ സത്യപ്രസാദാണ് ഈ ഓണക്കാലത്തും ചെണ്ടുമല്ലി കൃഷിയിൽ വിജയഗാഥ രചിച്ചത്. എൻ്റെ പേര് സത്യപ്രസാദ്. കഴിഞ്ഞ 35 വർഷക്കാലമായി നാടകം, സീരിയൽ, സിനിമ എന്നീ രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇതിനിടയിൽ നിന്നാണ് ഒരു 10 വർഷത്തിന് മുമ്പ് കൃഷിയിലേക്ക് തിരിയുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷമാകാൻ പോകുന്നു. കൃഷിയെ കുഴികത്താവ് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ 1 ഏക്കറോളം വരുന്ന പുരയിടം പാട്ടത്തിനെടുത്ത് അതിലാണ് ഞാൻ കൃഷി തുടങ്ങിയത്. ഇപ്പോഴും അതിൽ തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 2021 മികച്ച കർഷകനായിട്ടുള്ള അവാർഡ് കിട്ടി. അതിനുശേഷം 2025 ഈ വർഷം ഏറ്റവും മികച്ച ജൈവ കർഷകനുള്ള അവാർഡും സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനവും വരെ എത്താൻ കഴിഞ്ഞു. നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോത്സാഹനവും നാട്ടുകാർ നൽകുന്ന പ്രോത്സാഹനവും അപ്പൊ അതെല്ലാം കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് ഈ വർഷവും നമുക്ക് അവാർഡ് മേടിക്കാം, അങ്ങനെ ഒരു വാശിയോടുകൂടി നമ്മൾ കൃഷി ചെയ്യും. പക്ഷെ ഇത് ഗവൺമെന്റിന്റെ ഈ തെറ്റായ നയം മാറ്റണം. 3 വർഷം കൂടുമ്പോഴേ ഒരാൾക്ക് ബാക്കി എല്ലാ മേഖലയും സിനിമയിലായാലും സീരിയലിലായാലും അധ്യാപകരായാലും ഓരോ വർഷം മികച്ച സേവനം കാഴ്ചവെക്കുന്നവർക്ക് ഗവൺമെന്റ് അവാർഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ പാവപ്പെട്ട കർഷകരുടെ അടുത്ത് മാത്രം എന്താ ഈ വേർതിരിവ് കാണിക്കുന്നത്? അതിന് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഒരു നല്ല നടപടി ഉണ്ടാകണം. അപ്പോൾ കൃഷിക്കാര് കൂടുതൽ വരാനും ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിക്കാർ നിർത്താതെ മുന്നോട്ട് പോകാനും കഴിയും. നമ്മളെ വീടുകളിൽ കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പച്ചക്കറി കുഞ്ഞുങ്ങൾക്ക്, ഞാനിപ്പോൾ പല സ്കൂളുകളിലും ആദരിക്കൽ ചടങ്ങുണ്ടായിരുന്നു. അവിടെ എല്ലാം ചെന്നപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ വീട്ടിൽ ചെന്ന് മാതാപിതാക്കളുടെ അടുത്ത് സംസാരിച്ചിട്ട് കൃഷി ചെയ്യാൻ പഠിപ്പിക്കണം. സ്കൂളിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് പറയണം. അങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. അപ്പം പെരുന്നാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ ഇപ്പം പച്ചക്കറി കൃഷിയുടെയൊക്കെ ഞാൻ ഇന്നലെ സ്കൂളിലെ കുട്ടികളെ വിളിക്കാൻ ചെന്നപ്പോൾ കണ്ട് അവരും പച്ചക്കറി പിള്ളേർക്ക് ഒരു വിഷയമായിട്ട് തന്നെ അവരത് പഠിപ്പിച്ചുകൊണ്ട് വരികയാണ്. അതൊരു വലിയ പ്രോത്സാഹനം. കാരണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഒഴിയപ്പെടാൻ പറ്റാത്ത 2 വിഭാഗമാണ്. ഒന്ന് രാജ്യം കാക്കുന്ന പട്ടാളക്കാർ, അത് കഴിഞ്ഞാൽ നമുക്ക് അന്നം തരുന്ന കർഷകർ. കാരണം ഇപ്പം കായംകുളം ദേവ കമ്മ്യൂണിക്കേഷനിലെ വനിതാ മെസ് എന്ന നാടകത്തില്ല. അപ്പൊ അത് ഈ പ്രാവശ്യം തന്നെ 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ഒരുപാട് സ്റ്റേജ് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ നിന്ന് ഇതെല്ലാം കൈകാര്യം ചെയ്ത് പോകാൻ പറ്റത്തില്ല. പിന്നെ അതല്ല, ഈ നമ്മൾ ജോലിക്ക് ആരെയും നിർത്തത്തില്ല. ഈ ഇത്രയും 1 ഏക്കർ പുരയിടത്തിലും ഞാൻ ഒറ്റയ്ക്കാണ് കാലത്തും വൈകിട്ടുമായിട്ട് ഈ കൃഷി ചെയ്യുന്നത്. സഹായത്തിന് വീട്ടുകാരിൽ നിന്നുള്ള സഹായമല്ല, പുറത്തുനിന്ന് ആരെയും നിർത്താൻ മുതലാവത്തില്ല. അപ്പൊ നമുക്ക് ഈ വരുന്ന ആൾക്കാർക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ മാക്സിമം ഞാൻ തന്നെ ജോലി ചെയ്തിപ്പോ എല്ലാ കൃഷിയും ഒരുമാതിരി ആരുടെയും സഹായം ഇല്ലാതെ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. അത് പെരുന്നാട് കൃഷി ഭവനിൽ നിന്ന് നല്ല സഹായം, പിന്നെ കുഴിയത്ത് NSS കരയോഗത്തിന്റെ ക്ഷേത്ര ഭാരവാഹികളുടെ സഹായം, അങ്ങനെ പിന്നെ നാട്ടുകാരുടെ ഒക്കെ സഹായം ഇപ്പോൾ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്.